ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നവ്യ നയനയോട് പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടുത്തെ അംഗമാണ് ഈ കൊച്ച്, പക്ഷെ നിനക്ക് അങ്ങനെയല്ല, അത് നീ മറക്കണ്ട. ഏതായാലും ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, വീട്ടിലോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതാ നല്ലത്, കാണാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ പോകാം, ആരെയും പിടിച്ചു നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോവുക എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യയും അവിയും കൂടെ അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും നയന ആദർശനോട് പറയാണ്, ചേച്ചിക്കൊന്നും അറിയാത്തതാണല്ലോ, ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അത് സാരമില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം അറിയാവുന്ന ഒരുത്തനാണല്ലോ കൂടെ നിൽക്കുന്നത്, അവൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് അവനറിയാം, എങ്കിലും ഇവിടെ വെറുതെ ഒന്നും നിൽക്കാനുള്ള മനസ്സ് അവൻ കാണിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ പോവുക കേട്ടോ നവ്യ അബിയും കൂടെ. പിന്നെ നവ്യ ഇങ്ങനെ അബിയോട് പറയാണ്, എനിക്ക് ആ തളർന്ന് കിടക്കുന്ന ആനയ്ക്ക് ഒന്ന് കാണണമെന്നുണ്ട്. നേരെ അബി ചോദിക്കും, അതെന്തിനാ അങ്ങനെ കാണുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കാണണം, നിങ്ങളുടെ ഏട്ടനെ കറക്കി വീഴ്ത്തണമെങ്കിൽ അവൾക്ക് അത്യാവശ്യം സൗന്ദര്യം കാണണമല്ലോ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അയാൾ അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറയും. ഏതായാലും കൊണ്ടുപോകുക എന്ന് അബിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ അനഘയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇവർ ഇങ്ങനെ ചെല്ലുമ്പോൾ ആ ചേച്ചി അനഘയ്ക്ക് ചെറുതായിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അബി ആ ചേച്ചിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചേച്ചി, ഇതാണ് എൻ്റെ ഭാര്യ, ഇതെൻ്റെ മകൻ അനന്തപത്മനാഭൻ എന്ന് പറയും. ആണോടെ കൂട്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ചേച്ചി കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകും. പോയി കഴിയുമ്പോഴേക്കും അവ അബിയോട് പറയുവാണ്, കാണാൻ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ നിൻ്റെ ഏട്ടൻ വേണ്ട എന്ന് വെച്ചത് എന്ന്. അന്നേരം അബി പറയും, അതാണ് അയാളുടെ സ്വഭാവം, നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് നവ്യ അനഘയോടായിട്ട് ഇങ്ങനെ പറയുവാണ്, അവിടെ മോളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടക്കുകയാണ്, ഞങ്ങൾ അതിനൊന്നും നിൽക്കാതെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്നത് എൻ്റെ അനിയത്തിയാണ്, അവളുടെ ജീവിതമാണിപ്പോൾ ആ കഷ്ടമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ, ആദർശൻ്റെ വിവാഹം ഇങ്ങനെ നടക്കുന്നതിന് മുമ്പേ കുഞ്ഞുമായിട്ട് അനഘ വീട്ടിലോട്ട് വരുമായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തിയതിനെ എൻ്റെ അനിയത്തി എനിക്ക് ഇങ്ങനെ ഒരു ചതി പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോഴൊക്കെ പറയുന്നതാ, ഇനി നീയും പറയണ്ട എന്നൊക്കെ പറയുകയാണ്. അന്നേരം നവ്യ പിന്നെയും പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇനിയിപ്പോൾ അനഘയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാൾ തന്നെയാണോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ അബിയോട് ചോദിക്കുമ്പോൾ അബി പറയുവാണ്, അങ്ങനെയുള്ള കാര്യത്തിൽ ആ ഒരു രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊന്നും അല്ലായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല, ഇപ്പോഴത്തെ മനുഷ്യരുടെ കാര്യമാണ്, സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഈ അനഘയ്ക്ക് എന്തോ വലിയ രോഗമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെ രോഗം വരാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അല്ലേ ജീവിക്കുന്നത്, അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് പറയും. പിന്നെ അവിടുന്ന് കുറേ ആദർശനെയൊക്കെ കുറ്റം പറയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മോനെ കൊണ്ട് അങ്ങോട്ട് കയറി വരുക ചേച്ചി. അന്നേരം നമുക്കിനി പോയാലോ അബി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങനെ പോരുവാണ്. നവ്യ ഇങ്ങ് ഇറങ്ങി പോന്ന് കഴിയുമ്പോഴേക്കും ഇത്തിരി ദേഷ്യത്തോടെ നമ്മൾ ജയിച്ചു എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ അവിയുടെ എപ്പോഴും, അതുപോലെ അനഘ ഇങ്ങനെ നോക്കുന്നുണ്ട്. അനഘയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണ്. അവിടുന്ന് നേരെ അബിയും നവിയും എങ്ങനെ പോകുന്നത് കനകയുടെ അടുത്തോട്ടാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ കനകയ്ക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ പൊന്നുമോൻ വന്നോ, അഭിമോനെ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് അബിയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന പേക്കൂത്തൊക്കെ അമ്മ അറിയുന്നുണ്ടോ, കണ്ടു ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുക അബി. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അറിയാലോ, എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്ന അറിയാലോ, ദേഷ്യം വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കനക പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും, അവൾ എന്നെ വിളിച്ചായിരുന്നു ബർത്ത്ഡേക്ക് മുഖം തീർത്തൊരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയത്, ഏതായാലും നല്ലത് ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. എന്നിട്ട് കനക തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കുറച്ച് നേരെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു ആ കൊച്ചിനെയും അതിൻ്റെ അച്ഛനെയും പിന്നെ അതിൻ്റെ വളർത്തമ്മയും കണ്ടു എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ നവ്യ നോക്കുമ്പോൾ, നീ നോക്കുമെന്ന് വേണ്ട, ഞാൻ നയനയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അയ്യോ അതിനവൾ വളർത്തമ്മയല്ല അമ്മയായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയും. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ കൊച്ചിൻ്റെ അമ്മ ഉണ്ടല്ലോ അനഘ, തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടി, അതിനെ പോയി കണ്ടായിരുന്നു, അതിന് തീരെ പറ്റിയില്ല, ഇനി രക്ഷപ്പെട്ടു വരുന്നോ ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്, ഭയങ്കര കഷ്ടമാണ് അതിൻ്റെ കാര്യം, ഈ ഒരു അവസ്ഥ അതിനെ ആദർശേട്ടൻ കൈവിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നയനമോൾ എന്തിനാ ആദർശനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ അബി പറയുവാണ്, അതാണ് ആദർശിൻ്റെ വിജയം, ഞാൻ ചതിയനാണ് എന്ന് എല്ലാവരും പറയും, പക്ഷേ ആദർശിൻ്റെ സ്വഭാവം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല, അവൻ എടുക്കേണ്ടതൊക്കെ എല്ലാവരെയും പറഞ്ഞ് മയക്കി നേടിയെടുത്തിരിക്കും എന്ന് പറയുക. അന്നേരം നവി പറയുന്നുണ്ട്, അത് തന്നെ, ആദ്യമൊക്കെ അവിടെ വലിയമ്മയ്ക്കും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയമ്മ അവരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്നറിഞ്ഞ് എല്ലാം കൈവിട്ട് പോകുമെന്നറിഞ്ഞപ്പോൾ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് നയനെ ഇങ്ങനെ കറക്കിയെടുത്ത് ആദർശ് അതുപോലെ തന്നെയായിരിക്കും വലിയമ്മയുടെയും
കാര്യം, അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്നു കേട്ടോ കനകയ്ക്ക്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അന്നേരം ഞാൻ വിജയിച്ചല്ലോ എന്നുള്ള ഭാവവും സന്തോഷവും ഒക്കെ ഉണ്ട് അബിയുടെ മുഖത്ത്. പിന്നീട് നയനയും ചന്തമോളും കൂടെയാണ് കേട്ടോ കാണിക്കുന്നത്. ചന്തമോളെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ നയന. എന്നിട്ട് എൻ്റെ മോൾ സുന്ദരിയായില്ലേ നോക്കിയേ നിങ്ങൾ ആദർശനെ പറയുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ എൻ്റെ മോൾ സുന്ദരിയാണല്ലോ, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയും. എന്നിട്ട് അവർ സെൽഫി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. നിൽക്ക് എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അവരുടെ കൂടെ നിൽക്കും. എന്നിട്ട് ദേവയാനി കൂടെ വന്നിട്ട് സെൽഫിയൊക്കെ എടുക്കും. എന്നിട്ട് സെൽഫി എടുത്ത് കഴിഞ്ഞ് ദേവയാനി പറയുവാണ്, മോളെയും കൊണ്ട് താഴേക്ക് പൊക്കോളാം, നിങ്ങൾ അങ്ങ് വന്നാൽ മതി എന്ന് പറയും. ദേവയാനി മോളെയും കൊണ്ട് ഇങ്ങനെ താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, നമുക്ക് ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം, എന്നിട്ട് അനഘയ്ക്ക് അയച്ചു കൊടുക്കണം, ആ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചാൽ മതി, ചേച്ചി കാണിച്ചോളൂ അനഘേനെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത്രയെങ്കിലും ചെയ്യണം, അങ്ങനെയെങ്കിലും അനഘയ്ക്ക് ഇത്തിരി ആശ്വാസമാകട്ടെ എന്ന്. അന്നേരം നയന വീണ്ടും പറയും, എന്നാലും അബി അവൻ്റെ മകളാണ് എന്ന് അവൻ അറിയാം, എന്നിട്ട് അവൻ ഇവിടെ ഒന്നും നിന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ ഇനി മാറാനൊന്നും പോകുന്നില്ല, ഇനി ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ നന്നാകാനും പോകുന്നില്ല, അതുകൊണ്ട് ആ സംഭവം അങ്ങ് വിട്ടേരെ എന്ന് പറയുവാണ്. രണ്ടുപേർക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ അനാമികയും പോയായിരുന്നല്ലോ. അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുക. ആ നയനെയെല്ലാം ഓടി നടന്ന് ചെയ്യുന്നത് അവൾക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം വേണു പറയുന്നുണ്ട്, അതാണ് അവളുടെ തന്ത്രം, അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടുന്ന് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അവൾക്കറിയാം, അതുകൊണ്ട് അവൾ അതൊന്നും ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് തന്നെ അവളുടെ ലക്ഷ്യം സ്വത്ത് മാത്രമാണ്, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അല്ലാതെ അവൾക്ക് ഒന്ന് പ്രസവിക്കണമെന്നോ ഒരു കുഞ്ഞിനെ വളർത്തണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ പിന്നെ അമ്മയെന്ന് വിളിക്കുക ഒരു കൊച്ചിനെയും കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഒട്ടും ഇറങ്ങിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. നേരെ രേവതി പറയുന്നുണ്ട്, ഏതായാലും അവൾക്ക് കളം അറിഞ്ഞ് നിൽക്കാനറിയാം, അതുകൊണ്ട് നീ ഇനി ആ നവ്യയുടെ വലിയ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ, നിൻ്റെ കൂടെ നിർത്താൻ പറ്റുന്നവരെയൊക്കെ നീ കൂടെ നിർത്തണം, അവിടെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം നിനക്കായിരിക്കും എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകാറില്ല, കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ ഞാൻ നയനയുടെ കുറ്റം അവരോട് പറയാറുണ്ട്, അവളെ ഒന്ന് തിളപ്പിച്ച് നിർത്തണം, അതുകൊണ്ട് അപ്പച്ചിയുടെയും അമ്മയുടെയും കൂടി ഞാൻ അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നോക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം വേണു പറയുന്നുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിയാലേ നമുക്ക് നേട്ടമുള്ളൂ, അത് നീ ഓർക്കണമെന്ന് പറയും. അന്നേരം അനാമിക്ക് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവളാണ് അവളുടെ അമ്മായിയമ്മയ്ക്ക് കരകൾ കൊടുത്തത്, അതുകൊണ്ട് ആ കൂറെന്നും അനന്തപുരിയിലുള്ളവർക്ക് അവളോട് കാണും, അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് എഴുന്നേറ്റ് പോവുക. അന്നേരം വേണു ചോദിക്കും, നമുക്കിനി അവിടെ ഒന്ന് പോയി കാലക്കേണ്ട സമയമായോ രേവതിയെന്ന്. അന്നേരം അയ്യോ വേണ്ട, നമ്മുടെ വയറ് കേടാ, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് രേവതി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ. ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നു. അന്നേരം ചലച്ചയ്ക്കും ജാനകിക്കും ആ കേക്ക് കാണുമ്പോൾ ആകെ ദേഷ്യമാണ്, ദേ ഇരിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ ജാനകി ചലച്ചയോട് കണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരത്തേക്കാണ് അങ്ങോട്ടേക്ക് ജയനും ആ ജയനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അന്നേരം ചലച്ച് ചോദിക്കും, ഇതൊക്കെ എന്തിനാ എവിടെ നിന്നൊക്കെ വന്ന് കയറി ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ പടഭണ്ഡാരം പോലത്തെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എവിടെ നിന്ന് വന്ന് കയറിയ കൊച്ചാ മനസ്സിലായില്ല, ചന്തുമോള് ഇവിടുത്തെ കൊച്ചുമോൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി ഓ അത് നേരായ മാർഗത്തിലൊന്നും ഉണ്ടായതല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അത് കേൾക്കുന്ന അജയന് ദേഷ്യം വരും. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, നീ നിൻ്റെ വാക്കും നാക്കും സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കരയാനുള്ള ഇടയുണ്ടാക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ജയനും അജയനും കൂടെ. അന്നേരം ചലച്ച പറയുന്നുണ്ട്, ഏതായാലും ഈ ആഘോഷം കാണാൻ വേണ്ടി എൻ്റെ മരുമകളും കൊച്ചും ഒന്നും ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി എൻ്റെ മരുമകളും പോയല്ലോ, അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുക. അന്നേരം അത് കേട്ടുകൊണ്ടാണ് അനി ഇറങ്ങി വരുന്നത്. അതിനവളെ വിളിക്കാനൊന്നും ഇവിടെ നിന്ന് ആര് പോകണ്ട എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അത് പുതിയ കാര്യം അല്ലല്ലോ അവൾ ഇവിടുന്ന് പോകുന്നത്, അതുകൊണ്ട് അതിനെപ്പറ്റി കുറേ ഒന്നും സംസാരിക്കേണ്ടേ എന്ന് പറയുമ്പോൾ, അയ്യോ അത് കേട്ടപ്പോഴേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന ഒരുത്തം കണ്ടോടി എന്ന് പറഞ്ഞ് നീ പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി വിളിക്കും, എൻ്റെ അനാമിക മോളെ എനിക്ക് അവളെ മരുമോളായിട്ട് ഈ വീട്ടിൽ തന്നെ വേണം എന്ന് പറയുമ്പോൾ, ഭയങ്കര കാര്യമായിപ്പോയി, അവളുടെ സ്വഭാവ ഗുണത്തെപ്പറ്റിയും അവളെപ്പറ്റിയും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ, എന്താണ് അവൾക്ക് കുഴപ്പം, ഏതായാലും മൂത്ത 2 മരുമക്കളെക്കാളും ഭേദമാണ് എൻ്റെ മോള്, ഒന്നുമില്ലെങ്കിലും മാന്യമായ രീതിയിലാണല്ലോ അവൾ ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, കയറി വന്നതിൻ്റെ ഗുണമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, വന്ന സമയത്ത് അവളുടെ അച്ഛൻ വേണു എന്തൊക്കെ തള്ളായിരുന്നു, അതൊക്കെ വെറും തള്ളുകൾ മാത്രമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് എന്ന് അനി ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അങ്ങനെ നീ സംശയിച്ച് നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പക്ഷേ അവരൊക്കെ നല്ല ആൾക്കാരാണ് എന്ന് പറയും. അന്നേരം പിന്നെ അവളുടെ സ്വഭാവം നല്ല പത്തര മാറ്റാണ് എന്ന് പറയുമ്പോഴേക്കാണ്
ജാനകി പറയുകയാണ്, ഏതായാലും ഇങ്ങോട്ട് വന്ന മറ്റു 2 മരുമക്കളെക്കാൾ ഭേദം എൻ്റെ മരുമകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജലജ. പിന്നെ അല്ലാണ്ട് അവളെക്കാൾ ഭേദം ഏതായാലും അനാമിക മോൾ തന്നെയാണ് എന്ന് പറയും. നേരത്തേക്ക് അങ്ങോട്ടേക്ക് മുത്തശ്ശനും ഒക്കെ വരും കേട്ടോ. മോളെ കൊണ്ട് ദേവേനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജലജയുടെ വായിൽ ഇങ്ങനെ നാക്കൊന്നും കിടക്കുകയല്ലോ. പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടി നീ ആ കൊച്ചിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, നീ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്ന്. അങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കാനുള്ള ബോധവും ഒന്നും അവൾക്കുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അയ്യോ, ബോധവും വിവരവും ഉള്ളവരെ വളർത്തിയ മോൻ നല്ല പേരാണല്ലോ വീടിനുണ്ടാക്കി തന്നേക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും പറയേണ്ടതെന്ന് ജലജ പറയും. അന്നേരം ദേവേന് പറയുന്നുണ്ട്, നീ കുറേ സംസാരിക്കുകയൊന്നും വേണ്ട, എൻ്റെ മകൾ എന്താണെന്നും അവൾ എന്താണ് ചെയ്തേക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്, അതുകൊണ്ട് അവനെ വിമർശിക്കാൻ നീ നിൽക്കണ്ട എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ജയനും പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് കരയും, അതിനുള്ള ഇടം നീ ഉണ്ടാക്കരുത് എന്ന് പറയുക. അന്നേരം പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവായിട്ടോ 2 കൂടെ. പിന്നെ മുത്തശ്ശിയും മോളോട് കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് എന്താ മോളെ അച്ഛനമ്മയും എന്താ ചോദിച്ചേ, അങ്ങോട്ട് ആദർശും നയനയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കേക്ക് മുറിക്കുവാണല്ലോ. കേക്ക് ആദർശം നയനയും കൂടെ ഇങ്ങനെ മുറിച്ചോളാൻ പറയുമ്പോൾ അവർ പറയും വേണ്ട, മുത്തശ്ശനും ചെയ്താൽ മതി എന്ന്. അന്നേരം അയ്യോ നീയല്ലേ അച്ഛൻ, നീ അങ്ങ് ചെയ്യടാ എന്ന് പറയുമ്പോൾ നയന അങ്ങനെ ചോദിക്കുന്നുണ്ട്, ആദർശമായിട്ട് അച്ഛനാണെങ്കിൽ ഞാൻ അമ്മയാ, അതെന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരത്തേക്കും ജാനകി, അയ്യോ നീ അമ്മയാണെന്നോ, അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം എന്ന് പറയുമ്പോഴേക്കും അച്ഛന് ദേഷ്യം വരും. അന്നേരം അച്ഛൻ ജാനകി, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത് എന്ന്. നിൽക്കുന്ന ആളെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൾ ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, പക്ഷെ നിന്നെ ഞാൻ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി അടിക്കും എന്നിങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ. ഇന്നത്തെ അന്തരീക്ഷം ശാന്തമാകുന്നു. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇങ്ങനെ നടക്കുന്നു, കേക്ക് മുറിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ചെലച്ച് ചെയ്തതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലോർക്കുക, ഇതെല്ലാം അവൾക്ക് അയച്ചു കൊടുക്കണം, എൻ്റെ മരുമകൾക്ക്, അവൾ നന്നായിട്ട് അങ്ങ് ചൂടാകട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് വീഡിയോ എടുക്കുന്നു. എന്നിട്ട് എല്ലാവരോടും പറയാണ്, ഞാൻ ക്യാമറാമാൻ ആകാം, എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചെലച്ചെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെ പ്രശ്നങ്ങളാവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.